കാലഘട്ടത്തിനകത്ത് മനുഷ്യ ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി. അപ്പനാര്, അമ്മയാര്, പെങ്ങന്മാരാരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ മദ്യവും മയക്കുമരുന്നും എല്ലാ ഭവനങ്ങളെയും തകർത്തെറിഞ്ഞ് കുടുംബങ്ങളുടെ സമാധാനങ്ങളെ നശിപ്പിച്ച യൗവനക്കാരെ ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിട്ടുകൊണ്ട് ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പഠിപ്പിച്ച നിരാശയുടെ ആഴങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുമ്പോ ജീവിതത്തിന്റെ അർത്ഥവും ജീവിതത്തിന്റെ സന്തോഷവും ജീവിതത്തിന്റെ പ്രത്യാശയും ജീവിതത്തിന്റെ ലക്ഷ്യവും ഈ ലോകത്തിലെ 60, 70, 80 വർഷം കൊണ്ടുള്ള ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. അതിനപ്പുറത്ത് നിത്യമായി നിലനിൽക്കുന്ന ഒരു നിത്യ സമാധാനവും നിത്യ സന്തോഷവും നിത്യമായ ജീവനുമുണ്ട് എന്ന ഈ ദേശത്തോട് വിളിച്ചറിയിക്കാൻ, മാനവരാശിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അരിമനാഥനായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെ കുറിച്ച് ദേശത്തോട് വിളിച്ചറിയിപ്പാൻ ഇന്ന് പ്രഭാതം മുതൽ ഈ പ്രദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ തിരുവചനവുമായി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വർഷങ്ങളായി ഇസ്ലാമിക കുടുംബത്തിനകത്ത് എല്ലാ കർമാചാരങ്ങളുടെയും നടുവിൽ ഒരു യാഥാസ്ഥിതിക ഇസ്ലാമിക കുടുംബമായി ജനിച്ച് വളർത്തപ്പെട്ട പ്രിയ ശിഹാബുദ്ദീനും കുടുംബവും തങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകളുടെ, കഷ്ടതകളുടെ, തങ്ങളുടെ ആത്മഹത്യാ പ്രവണതകളുടെ നടുവിൽ തകർന്നടിഞ്ഞു പോയ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് മതങ്ങൾക്ക് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോ, കർമ്മകാണ്ഡങ്ങൾക്ക് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോ, വിദ്യാഭ്യാസത്തിനോ ഇവിടുത്തെ ധാർമ്മിക ഉപദേഷ്ടാക്കന്മാർക്കോ ഇവിടത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ഭരണ നേതൃത്വത്തിനോ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോ, മാനവകുലത്തിനെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, മാനവകുലത്തിന് പാപത്തിന് പരിഹാരം നൽകിയ, മാനവകുലത്തിന് നിത്യസമാധാനവും നിത്യസന്തോഷവും നൽകിയ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ദേശത്തോട് ചുരുങ്ങിയ വാക്കുകൾ സംസാരിപ്പാൻ പ്രിയ അല്ലമീൻ ബ്രദറിനെ സ്നേഹത്തോടെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉച്ചസമയവും എല്ലാ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ ഈ പാൽക്കാലം ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വലിയവനായ കർത്താവ് എന്റെയും ജീവിതത്തിൽ ഒരിക്കൽ നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അടുത്തുമകലയുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖിലോക രക്ഷിതാവ് മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തവനുമായ യേശു മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ രേഖപ്പെടുത്തുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി കുടുംബ തകർച്ചകളുടെ ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ സത്യ ജീവ നിത്യ സുവിശേഷ ശബ്ദമാണ് ഈ ശബ്ദതരംഗത്തിലൂടെ മാന്യ ശ്രോതാവെ താങ്കൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന ഈ സമൂഹത്തെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രമങ്ങളും അരാജകത്വങ്ങളും അനീതികളും അക്രമവാസനയും നിറഞ്ഞ ഒരു സമൂഹത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മാതാവ് വരെ സുരക്ഷിതരല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. സ്വന്തം മക്കളെ മറക്കുന്ന മാതാപിതാക്കളും വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളും സ്വത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി, വീടിന് വസ്തുവിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ വെട്ടിക്കീറാൻ മടിക്കാത്ത മരവിച്ച മനസ്സാക്ഷിയുള്ള മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിലാണ് മാന്യ ശ്രോതാവെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യൻ ഉൾക്കൊണ്ടിരിക്കുന്ന പാപമാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത്. എന്തിനേറെ പറയുന്നു, നീതി നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അനീതിയുടെ കിരീടധാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. രാഷ്ട്രീയം പരിശോധിച്ചാലോ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും വിയർപ്പ് തുള്ളി വിറ്റ് വെള്ളിക്കാശ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട്
ആ വെള്ളിക്കാശ് കൊണ്ട് മണിമേട പണിഞ്ഞ് അതിനുള്ളിൽ ശീതീകരിച്ച അവസ്ഥയിൽ രാജകീയ ഭോജനം കഴിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ, പ്രശ്നങ്ങൾ വരുമ്പോ ഒന്നും അറിയാത്ത അണികളെ മുമ്പിലേക്ക് ഇറക്കി രക്തപ്പുഴ ചിന്തിക്കുന്ന നേതാക്കന്മാരുള്ള കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങനെ എവിടെ നോക്കിയാലും രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഭൗതികമാകട്ടെ, ആത്മീകമാകട്ടെ, മനുഷ്യന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും കർമ്മത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിലും മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗങ്ങൾ പോലും ചെയ്യാനാവാത്ത വിധം അറപ്പും നിഷ്ഠൂരവും കൊലപാതകങ്ങളും കൊണ്ട് ഇന്നത്തെ സമൂഹം നിറഞ്ഞിരിക്കുക. ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ ബൈബിൾ വിളിച്ചു പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സഹോദരങ്ങളെ, മറ്റൊന്നുമല്ല, ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിൽ അണിഞ്ഞിരിക്കുന്ന പാപം എന്ന വസ്തുതയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ താങ്കൾ ചിന്തിക്കാം, ഞാനൊരു പാപിയായിരിക്കത്തില്ല, ഞാൻ ആർക്കും ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല, ആരുടെ പിടിച്ചു പറിച്ചിട്ടില്ല, ഞാൻ ആരുടെ മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു പാപിയല്ലെന്നായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവചനം വിളിച്ചു പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപം ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നവരായി മാറിയിരിക്കുന്നു. അങ്ങ് ഏദൻ പറുദീസയിൽ ദൈവം കൽപ്പിച്ചാക്കിയതിന് അനുസരണക്കേട് കാണിച്ച ആദാമ്യ പാപം മാനവജാതിയെ ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, ഈ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഇന്ന് കാണുന്ന നിലവാരത്തിൽ കെട്ടഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് മാതൃകയാകേണ്ട മനുഷ്യൻ, മാതാപിതാക്കൾക്ക് കൈത്താങ്ങാകേണ്ട തലമുറകൾ ഇന്ന് മദ്യത്തിനും മയക്കമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് ജീവിതം പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് മദ്യപാനവും മയക്കമരുന്നിന്റെ ഉപയോഗവും ആണ്. ജയിലിന്റെ ഉള്ളറിൽ കിടക്കുന്ന കൊലപാതകന്മാരോട് ചോദിച്ചാൽ അവർ ഒരു പക്ഷേ പറയും, ഒരു നേരത്തെ മദ്യലഹരിക്കുള്ളിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് ഇന്ന് ഈ അഴിക്കുള്ളിൽ ഞാൻ കിടക്കുവാൻ കാരണമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപത്തിനടിമപ്പെട്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യൻ ഇന്ന് ജീവിച്ച് തന്റെ ജീവിതം തീർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്നേഹിത, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണം എന്ന യാഥാർത്ഥ്യം താങ്കളെ തേടി എത്തുവാനിടയായി തീരും. ഇതാ, നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യ തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, കട്ടിൽ കിടക്കയിൽ വെച്ചോ വാഹനത്തിലായിരിക്കുമ്പോഴോ എവിടെ വെച്ചാ മരണം താങ്കളെ തേടിപ്പിടിക്കുന്നതെന്ന് ആർക്കും ഗ്യാരണ്ടി പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം താങ്കൾ വിസ്മരിച്ചു പോകരുത്. ഒരു മാതാവിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം ലോകത്തിലെ സത്യപുസ്തകമായ വിശുദ്ധ ബൈബിൾ വിളിച്ചു പഠിപ്പിക്കുന്നു. കർത്താവ് പ്രകാരം ഒരു സംഭവം പറഞ്ഞതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ, വളരെ ധനവാനായ ഒരു മനുഷ്യൻ ഒരിടത്ത് താമസിച്ചിരുന്നു. അവന്റെ വീടിന്റെ അടുത്ത് തന്നെ ലാസർ എന്ന് പറയുന്ന വളരെ ദരിദ്രനായ ഒരു വ്യക്തിയും ജീവിച്ചിരുന്നു. ധനവാൻ തന്റെ ധനത്തിൽ ആശ്രയിച്ച്, സമ്പത്തിൽ ആശ്രയിച്ച് താൻ ജീവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ലാസർ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തി ധനവാന്റെ മേശമേൽ നിന്ന് വീഴുന്നത് പെറുക്കി ഭക്ഷിച്ച് ജീവിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കിയിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നോ, ഒരിക്കൽ ധനവാനും മരിച്ചു, ലാസർ എന്ന് പറയുന്ന ദരിദ്രന് മരിച്ചു. ധനവാൻ നിത്യമായ അഗ്നി കുണ്ഡത്തിന് ഇരയായി തീരുവാനിടയായി തീർന്നു. ലാസറോ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് സത്യ തിരുവചനം നമ്മെ വിളിച്ചു പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് കേവലം കെട്ടുകഥയല്ല, മുത്തശ്ശിക്കഥയല്ല, പഴങ്കഥയല്ല, മറിച്ച് യഥാർത്ഥ സംഭവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. കർത്താവ് പറയുന്നു, ദൈവം 2 വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുക. ഒന്ന് നിത്യ സൗഭാഗ്യത്തിന്റെ വഴി, അതാണ് നിത്യജീവന്റെ വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിത്യ നാശത്തിന്റെ വഴി. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു.
ഇതിൽ രണ്ടിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കർത്താവ് നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുക. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് പ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആ നിത്യജീവനിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ താങ്കൾ ചിന്തിച്ചിരിക്കുക, ആരാണ് യേശു ക്രിസ്തു? പലപ്പോഴും പലരുടെയും ഉള്ളിൽ തിങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാ, ആരാണ് ക്രിസ്തു എന്നുള്ളത്. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മത നേതാവല്ല, ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു ഗ്രന്ഥകാരനല്ല, മറിച്ച് സകല മാനവരാശിക്കും ഉണ്ടായ മഹാസന്തോഷത്താണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപേ കാലിത്തൊഴുത്തിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് യാഗമായി തീരുവാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഉദയം ചെയ്യുവാനിടയായി തീർന്നു. കാലിത്തൊഴുത്തിൽ ഉദയം ചെയ്ത ക്രിസ്തു കാൽവരി മല വരെ 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അനാഥർക്ക് ആശ്വാസമേകിയും, വിധവയ്ക്ക് ന്യായപാലകനായും, രോഗിക്ക് വൈദ്യനായും, സൗഖ്യമേകിയും, മരിച്ചവർക്ക് ജീവനും പുനരുദ്ധാനവും നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ജീവിക്കുവാനിടയായി തീർന്നു. എന്നിട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ട്, ആദാമ്യ പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 കാരന്മാണികളുമേൽ തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പാപത്തിന് പരിഹാരമില്ല. നേർച്ച, കാഴ്ച, അർപ്പണ ദർപ്പണ ഹോമയാഗങ്ങളൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കത്തില്ല. കർമ്മമാർഗങ്ങളുടെ പാപത്തിന് പരിഹാരമില്ല. മോക്ഷം പ്രാപിക്കാൻ മറ്റു വഴികളില്ല. ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ തിരുവചനം വിളിച്ചു പഠിപ്പിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന താങ്കൾ കുടുംബ തകർച്ചയിലായിരിക്കാം, നിരാശയിലായിരിക്കാം, ആകുല ചിന്തയുടെ വക്കീലായിരിക്കാം. കുടുംബം നഷ്ടപ്പെട്ട്, സമൂഹം നഷ്ടപ്പെട്ട്, സ്വന്തക്കാര് ചാർച്ചക്കാര് തള്ളി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, അരുതേ, ആത്മഹത്യ അരുതേ. യേശു ക്രിസ്തുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തു ചോദിക്കുന്നത് നിങ്ങളുടെ ധനമല്ല, നിങ്ങളുടെ സമയമല്ല, നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ മറ്റു കർമ്മമാർഗങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ തകർക്കപ്പെട്ട ജീവിതത്തെയാ കർത്താവ് ചോദിക്കുന്നത്. നിങ്ങളുടെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ, ആ തകർക്കപ്പെട്ട ജീവിതത്തെ, ആകുല ചിന്തയിൽ, നിരാശയിൽ, രോഗത്തിലായിരിക്കുന്ന ജീവിതത്തെ, കടഭാരത്തിൽ, കുടുംബ തകർച്ചയിലായിരിക്കുന്ന ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളെ കൊണ്ട് സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരുമോ? നിശ്ചയമായും കർത്താവ് താങ്കളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ഇത് വിളിച്ചു പറയുന്ന എന്റെ പേര് അല്ലമീൻ എന്ന പാരമ്പര്യമായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലമീൻ വിശ്വസിച്ചതിനോ, അല്ലമീൻ ആരാധിച്ചതിനോ, എന്റെ കർമ്മമാർഗങ്ങൾക്ക് ഞാൻ വിശ്വസിച്ച് വിളിച്ച് സേവിച്ച ഖുറാന്റെകളോ ഹദീസുകൾക്കോ മുസ്ലിം സമുദായങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ആർക്കും എന്റെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിഞ്ഞില്ല. ആർക്കും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിഞ്ഞില്ല. എന്റെ വിഷയത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും സാധിച്ചില്ല. മറിച്ച് എന്നെ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് ഉത്തരമരുളിയ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഉച്ചസമയം അല്ലമീൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവം. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, സഹോദരങ്ങളെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷ പ്രാപിക്കാൻ ഏകമാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരുമോ? ഇതാ നോക്കണമേ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തു ഇന്നേക്ക് 3 ദിവസത്തിന്, കാൽവരി ക്രൂശിന്റെ മരണത്തിന് ശേഷം 3 ദിവസങ്ങൾക്കപ്പുറം താൻ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചെറിഞ്ഞുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ജീവിക്കുവാനിടയായി തീരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയുന്നത് കേവലം ഒരു മരിച്ചു മൺമറഞ്ഞ ഒരു നേതാവിനെ കുറിച്ചല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന മഹിമയുടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അല്ലമീന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ക്രിസ്തു നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും സ്വന്തം വീണ്ടെടുപ്പുകാരനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാനിടയായി തീരണം. തിരുവചനം വിളിച്ചു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. രക്ഷ എന്ന് പറയുമ്പോൾ
ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ പാപികളാ, പാപത്തിന് ഒരു ശിക്ഷയുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ ശിക്ഷ പ്രാപിക്കാതിരിക്കാൻ ഉള്ള രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗമാ സാക്ഷാൽ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നുവെന്നും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ആ യേശു ക്രിസ്തു മതിയായവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ താങ്കളുടെ പാപം ക്ഷമിച്ച് ഉള്ളിൽ ദൈവിക സമാധാനം നൽകി താങ്കളെ യേശു ക്രിസ്തു ദൈവ പൈതലാക്കി മാറ്റുന്നു. അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി, മാതാവ് പിതാവേ, അപ്പച്ച അമ്മച്ചി, ചിന്തിച്ചു കൊള്ളുക, ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യം താങ്കളെ തേടിയെത്തും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഇപ്പോൾ തന്നെ രക്ഷ പ്രാപിക്കുക. ഇപ്പോഴാകുന്ന സുപ്രസാദ ദിവസം, ഇതാകുന്ന രക്ഷാ ദിവസം. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. നിങ്ങളുടെ പാപപ്രവൃത്തികളോട് വിട പറയുക. മദ്യത്തോടും മയക്കമരുന്നിനും ലഹരി വസ്തുക്കളോടും വിട പറഞ്ഞ് സമൂഹത്തിന് കൊള്ളാവുന്നവനായി, മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവനായി, ഭാര്യയ്ക്ക് കൊള്ളാവുന്നവനായി, കുടുംബത്തിന് കൊള്ളാവുന്നവനായി, ഒരു കൈത്താങ്ങലായി, ഒരു മാതൃകയായി ജീവിക്കുവാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തു നിങ്ങളെ ഒരിക്കലും ചതിക്കത്തില്ല. യേശു ക്രിസ്തു നിങ്ങളെ കൈവിടത്തില്ല. യേശു ക്രിസ്തു നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ആ ക്രിസ്തുവിന് വേണ്ടി താങ്കളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? നിശ്ചയമായും യേശു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ഇത്ര നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിച്ചു കൊള്ളുക. ഇനിയൊരു സന്ദേശം നിങ്ങൾ ഒരുപക്ഷെ കേട്ടെന്ന് വരത്തില്ല. ഇനിയൊരു സന്ദേശം കേൾക്കാൻ ഒരുപക്ഷെ ഞാനിവിടെ ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ആകയാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. അനുഗ്രഹീതമായ നല്ല ഒരു ആത്മീയ സന്ദേശം ദേശത്തോട് പ്രിയ അല്ലമയിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ആരെങ്കിലും തകർന്ന ഹൃദയത്തോടെ, വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ, ആകുലമാകുന്ന ചിന്തകളോടെ, രോഗത്തോടെ, കടഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശുവിന് ഒരു അവസരം കൊടുക്കുക. യേശു എന്ന രക്ഷിതാവിനെ നിങ്ങളുടെ ദൈവവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. സകല പ്രശ്നത്തിനുമുള്ള മറുപടി തരുവാൻ കഴിയുന്ന ലോകരക്ഷിതാവായ, അഖില ലോകത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് താങ്കളുടെ ഹൃദയവാതിലിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ആമേൻ വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് താഴ്ത്താമോ? ഈ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? ഒരു നിമിഷം, യേശുവേ, ഞാൻ അങ്ങയെ എന്റെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുന്നു, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ എന്ന് താങ്കൾക്ക് ഒരു നിമിഷം ആ യേശുവിന്റെ പാതാരവിന്ദങ്ങളിലേക്ക് താങ്കളുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ, ഏറ്റുപറയുവാൻ താങ്കൾക്ക് കഴിയുമോ? എങ്കിൽ മാറ്റമില്ലാത്ത ദൈവിക രക്ഷ കൊണ്ട് ആമേ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായി തീരും. ഞങ്ങൾ കൂടെയുള്ള പ്രിയ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ജോൺ അവർകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ ഉച്ച സമയത്ത് കർത്താവേ, ഈ ദേശത്തിന്റെ നടുവില് അപ്പാ ഏഴയായ അടിയങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ഈ ദേശത്തോട് വിളിച്ചപേക്ഷിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പാ ഈ ദേശനിവാസികളെല്ലാം ഒരു നിമിഷം ദൈവകരങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക. അപ്പാ എല്ലാ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, ദേശനിവാസികളെ ഒക്കെ ഈ രാവിലെ സമയം ദൈവകരങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് കർത്താവെ, അനേകർക്ക് കർത്താവെ നിന്റെ ട്രാക്ടകൾ കൊടുക്കുവാൻ ദൈവം അവിടുന്ന് കൃപ തന്നല്ലോ കർത്താവെ. ആ കുഞ്ഞുങ്ങളെയൊക്കെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അതൊക്കെ വായിച്ച് ഹല്ലേലൂയ ആ ദൈവ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ
എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കാപ്പാ. ദൈവമേ കർത്താവേ, ഈ ശബ്ദപരിധിക്കുള്ളില് കർത്താവേ നിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന കർത്താവേ എല്ലാ കുഞ്ഞുങ്ങളെയും ഈ രാവിലെ സമയം ദൈവകരങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാപ്പാ. സമാധാനത്തെ ദൈവമേ നീ അവിടുന്ന് ദാനം ചെയ്താട്ട്, ആരോഗ്യത്തെ ദൈവമേ അവിടുന്ന് ദാനം ചെയ്താട്ട് കർത്താവേ, അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, ഭവനങ്ങളെ ഒക്കെ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ രക്ഷയുടെ അനുഭവം ഹല്ലേലൂയ ആ കുടുംബങ്ങളിൽ മേൽ, കുഞ്ഞുങ്ങളിൽ മേൽ, ഈ ഭവനങ്ങളിൽ മേലെല്ലാം എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പകരണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും രോഗികളായിരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മദ്യപാനത്തിന് അടിമയായിരിക്കുന്നുണ്ടെങ്കിൽ, അനേകർ കർത്താവ് ദുഃഖങ്ങൾ, ഭാരങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ഈ പകൽ സമയവും ദൈവമേ നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി കുഞ്ഞുങ്ങൾ മേൽ അവിടുന്ന് പകരണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ ദേശനിവാസികളെയൊക്കെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും, ഭവനങ്ങളെയും, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരുന്നതിനായി വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. അവരുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങിടപെടേണ്ടതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാപ്പാ. എല്ലാവരും അവിടുന്ന് ശക്തീകരിക്കണമേ അപ്പാ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരുന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു, യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. ദേശമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരുമാറാകണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഈ തരുണത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ നന്ദിയെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവമായി കർത്താവ് എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.